നമസ്കാരം. യൂണിക് സെക്യൂരിറ്റി സിസ്റ്റംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CCTVയുടെ ട്രെയിനിങ് സംബന്ധമായിട്ട് ഒത്തിരി വീഡിയോസ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വീഡിയോസ് കാണാറുണ്ട്. പലരും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. എല്ലാവരുടെയും ഡൗട്ട്സ് പരമാവധി മറുപടി കൊടുക്കാറുമുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ CCTV ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് പുറമെ ആർക്കെങ്കിലും വ്യക്തിപരമായിട്ട് ട്രെയിനിങ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് സംശയങ്ങളാണ്. കുറേ കമൻസ് വീഡിയോസിൽ വരാറുണ്ട്. അപ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DVR അല്ലെങ്കിൽ NVR ഓഫായിട്ട് ഓണായി വരുമ്പോൾ അതിൻ്റെ ഡേറ്റും ടൈമും മാറിപ്പോകുന്നു എന്നുള്ളത്. അതായത് നമ്മൾ ഒൺസ് ഡേറ്റും ടൈമും സെറ്റ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും ഓഫായിട്ട് ഓണായി വരുമ്പോൾ അത് എന്താ പറയുക, ഡേറ്റും ടൈമും മാറിപ്പോകുന്നുള്ളത്. CCTVയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം, ഡേറ്റും ടൈമും പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും CCTV കൊണ്ട് യാതൊരുവിധ ഉപയോഗവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡേറ്റും ടൈമും മാറുമ്പോൾ എന്തുകൊണ്ടാണ് ഓഫ് ചെയ്തിട്ട് ഓണാക്കുമ്പോൾ ഡേറ്റും ടൈം മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ DVRലാണെങ്കിലും NVRനകത്താണെങ്കിലും ഇതിൻ്റെ ഒരു ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഒരു CMOS ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്. അത് ഡാമേജ് ആകുമ്പോഴാണ് ഇതിൻ്റെ ഡേറ്റും ടൈമും നമ്മൾ എത്ര തവണ സെറ്റ് ചെയ്താലും വൺസ് ഓഫായിട്ട് ഓണായി വരുമ്പോഴത്തേക്ക് അത് റീസെറ്റായി പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് കസ്റ്റമർ സൈറ്റിൽ വെച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് NVR ആണെങ്കിലും DVR ആണെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. മെജോറിറ്റി DVRനകത്തും നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന രീതിയിൽ, ജസ്റ്റ് പ്ലഗ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് CMOS ബാറ്ററി വരുന്നത്. അങ്ങനെയുള്ള DVRൽ NVRൽ നിങ്ങൾ ആ ബാറ്ററി ഇളക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ പുറകിലൊരു നമ്പറുണ്ട്, CR എന്നാണ് തുടങ്ങുന്നത്. CR 1220 ആണ് കോമൺലി വരുന്നത്. അപ്പോൾ ഏത് നമ്പറിലുള്ള ബാറ്ററി ആണോ നോക്കിയിട്ട് അത് നിങ്ങൾ പുറമേ നിന്ന് മേടിച്ച് അതിനകത്ത് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഡേറ്റും ടൈമും ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 99% കംപ്ലയിൻറ്റ് സോൾവ് ആകുന്നതായിരിക്കും. ഇനി ചില മോഡലിൽ ഇൻബിൽട്ടായിട്ട് വരാറുണ്ട്. അതായത് PCBയിൽ സോൾഡർ ചെയ്ത് വെച്ചേക്കും. അങ്ങനെയുള്ള മോഡലിൽ നിങ്ങൾ കഴിവതും, നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, സോൾഡറിങ് ആണൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ PCBയിൽ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ബോർഡ് ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അറിയില്ലാത്തവർ അങ്ങനത്തെ മോഡലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും അത് സർവീസ് സെൻറ്ററിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ CMOS ബാറ്ററിയുടെ ഇഷ്യൂ കൊണ്ടാണ് ഡേറ്റും ടൈമും മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റൊരു കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു IP അഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. 192 തുടങ്ങുന്ന IP അഡ്രസ്സ് എന്ന് പറയുന്നത് മോഡത്തിൽ നിന്ന് കിട്ടുന്ന IP അഡ്രസ്സ് അല്ലേ? അങ്ങനെ എല്ലാ മോഡത്തിലും നിന്നും ഇതുപോലുള്ള IP അഡ്രസ്സ് ആയിരിക്കില്ല വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, മെജോറിറ്റി നമ്മളിപ്പോൾ ട്രെയിനിങ് പർപ്പസിലും അല്ലെങ്കിൽ മെജോറിറ്റി നമ്മൾ കണ്ടുവരുന്ന ഒരു IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 192.168.1.100 അല്ലെങ്കിൽ 0.100.1 അങ്ങനെയാണ് IP അഡ്രസ്സ് വരുന്നത്. ഈ IP അഡ്രസ്സ് എല്ലാ ഡിവൈസിൻ്റെ അല്ലെങ്കിൽ എല്ലാ നെറ്റ്വർക്കിനും സെയിം ആകണമെന്നില്ല. ഇപ്പോൾ ജിയോ ഫൈബറിൻ്റെ IP അഡ്രസ് സീരീസ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് വേറെ സീരീസിലാണ് 29.29. സംതിങ് അങ്ങനെയാണ് വരുന്നത്. അപ്പം ഒരിക്കലും IP അഡ്രസ്സ് നമ്മൾ കാണാതെ പഠിക്കേണ്ട. നിങ്ങൾ ഏതാണോ നിങ്ങളുടെ മോഡത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന IP അഡ്രസ്സ് അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഒരു മോഡത്തിനും അല്ലെങ്കിൽ ഒരു NVRനും ഒരു പെർമനൻ്റ് IP ഉണ്ടാകത്തില്ല. NVRും ക്യാമറയും നമ്മൾ മേടിക്കുമ്പോൾ അതിനകത്തൊരു ഫിക്സഡ് IP അഡ്രസ്സ് ഉണ്ടാകും. പക്ഷേ നമ്മളത് കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് ചേഞ്ച് ചെയ്യാറുണ്ട്. ഓക്കെ, IP ക്യാമറയെ തന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയില്ല, എങ്കിലും ഒരു കാര്യം പറയാം. ഈ IP ക്യാമറ, നമുക്ക് HD ക്യാമറയെ സംബന്ധിച്ചിടത്തോളം ക്യാമറയ്ക്കകത്ത് പ്രത്യേകിച്ചിട്ട് വലിയ സെറ്റിങ്സ് ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് അത് കണക്ട് ചെയ്യാന്നുള്ളൂ. പക്ഷേ IP ക്യാമറയെ സംബന്ധിച്ചിടത്തോളം ഒരു NVRൽ ഉണ്ടാകുന്ന പരമാവധി എല്ലാ സെറ്റിങ്സും ഒരു IP ക്യാമറയ്ക്കകത്തുണ്ട്. അറിയാമല്ലോ, ഓരോ IP ക്യാമറയ്ക്കകത്ത് ഒരു IP അഡ്രസ്സ് ഉണ്ട്, അതിനൊരു യൂസർ നെയിം ഉണ്ട്, പാസ്വേഡ് ഉണ്ട്. ആ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാമറയ്ക്കകത്ത് ഒത്തിരി സെറ്റിങ്സ് നോക്കാം. ഇനി ചെറിയ ചെറിയ കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്യാമറ ഒന്ന് ഡീഫോൾട്ട് ചെയ്ത് മാറ്റാം. ഇല്ലെങ്കിൽ നമുക്കത് ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാനും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ IP ക്യാമറയ്ക്ക് അങ്ങനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ IP ക്യാമറ നേരിട്ടൊരു കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ IP ക്യാമറ കണക്ട് ചെയ്തിട്ടുള്ള നെറ്റ്വർക്കിലൊരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ബ്രൗസറിൻ്റെ അഡ്രസ് ബാറിൽ ആ ക്യാമറയുടെ IP അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലോഗിൻ പേജ് വരും. ആ ലോഗിൻ പേജിൽ അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ക്യാമറയ്ക്കകത്ത് കയറാൻ പറ്റും. ക്യാമറയ്ക്കകത്ത് കയറി സെറ്റിങ്സ് ചേഞ്ചസ് വരുത്താവുന്നതാണ്.
ബാൻഡ് വിഡ്ത്ത് കാണാനുള്ള ഫോർമുല എങ്ങനെയാണെന്ന് വെച്ച് ചോദിച്ചിരിക്കുന്നത്. അത് ബാൻഡ് വിഡ്ത്ത് കാണാനായിട്ട് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. 2 മെഗാ പിക്സലിൻ്റെ ക്യാമറയുടെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 4 MBPS ആണ്. അതായത് റെസൊല്യൂഷൻ്റെ ഇരട്ടിയാണ് ബാൻഡ് വിഡ്ത്ത് എന്നൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഒരു സിമ്പിൾ ടിപ്പാണത്. അതായത് 2 MB ആണെന്നുണ്ടെങ്കിൽ 2 MB ആണ് റെസൊല്യൂഷൻ എങ്കിൽ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് 4 MBPS ആയിരിക്കും. ഓക്കെ. ഇനി ഒരാൾ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ DMSSൻ്റെ ആപ്ലിക്കേഷൻ 2 മൊബൈലിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. DMSS എന്നാണ് നമ്മുടെ ദഹുവ എന്ന് പറയുന്ന കമ്പനിയുടെ പുതിയ മൊബൈൽ ആപ്ലിക്കേഷനായിട്ട് വരുന്നത്. പഴയത് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, എങ്കിലും DMSS പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് പുതിയ ആപ്ലിക്കേഷനാണ്. DMSSൽ നമുക്ക് 2 രീതിയിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഹിക്യൂഷൻ്റെ ഹിക് കണക്റ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് DVR ആഡ് ചെയ്യുന്നത് പോലെ നമുക്ക് DMSSനകത്തും ആഡ് ചെയ്യാം. ഇനി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാതെ GC മൊബൈൽ ചെയ്യുന്ന പോലെ, അതായത് CP+ൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിൽ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്ന പോലെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒന്നിൽ കൂടുതൽ പേര് കാണുന്നതിൽ ഇതുവരെയ്ക്കും ഏതൊരു പ്രശ്നവും പറഞ്ഞ് കേട്ടിട്ടില്ല. അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വീട്ടിൽ CCTV ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 പേരൊക്കെ അത് കണക്ട് ചെയ്യാറുണ്ട്. നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. താങ്കൾക്ക് അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഒന്ന് നോക്കുക കേട്ടോ. വാട്ട് ഈസ് മാനേജ്ഡ് ആൻഡ് അൺമാനേജ്ഡ് POE സ്വിച്ച്? ഓക്കെ, നമ്മൾ POE സ്വിച്ചിനെ കുറിച്ചിട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ മാനേജബിൾ ആൻഡ് അൺമാനേജബിൾ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളൊരു 4 പോർട്ടിൻ്റെ ഒരു POE സ്വിച്ച് ഉപയോഗിക്കുകയാണ്. അതിൽ 2 പോർട്ടിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ മതി, 2 പോർട്ടിൽ ഒരു നെറ്റ്വർക്ക് മാത്രം ഉണ്ടായിരുന്നാൽ മതി എന്നുണ്ടെങ്കിൽ, അതായത് 2 പോർട്ടിൽ ഇൻ്റർനെറ്റ് വേണം, 2 പോർട്ടിൽ ഇൻ്റർനെറ്റ് വേണ്ട, അങ്ങനെ ഒരു ഫീച്ചർ നമുക്ക് അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാനേജബിൾ സ്വിച്ച് തന്നെ ഉപയോഗിക്കണം. അൺമാനേജബിൾ സ്വിച്ചാണ് നമ്മൾ കൂടുതലും CCTVയിൽ ഉപയോഗിക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് പ്രോഗ്രാമിംഗ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു കണക്റ്റിംഗ് പാത്തായിട്ട് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. IP ക്യാമറയുടെ വ്യൂ എങ്ങനെയാണ് മോർ ഡിസ്പ്ലേയിൽ കാണാൻ കഴിയുക? ഇപ്പോൾ IP ക്യാമറ ആണെങ്കിലും HD ക്യാമറ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടറിൽ അതിൻ്റെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വ്യൂ കാണാവുന്നതാണ്. അതിന് പുറമെ നേരിട്ട് ഡയറക്റ്റ് വ്യൂ വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർ അഡീഷണലായിട്ട് ഒരു NVR കൂടെ വാങ്ങാൻ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അഡീഷണൽ NVR വെക്കാവുന്നതാണ്. IP ക്യാമറ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു IP ക്യാമറ ഒന്നിൽ കൂടുതൽ NVRൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നവുമില്ല. അപ്പോൾ മൾട്ടിപ്പിൾ വ്യൂ, ഡയറക്റ്റ് വ്യൂ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമറോട് പറഞ്ഞ് അഡീഷണൽ ഒരു NVRും കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ. അടുത്തൊരു ഡൗട്ട് വരുന്നത് പാരൻറ്റ് ഡിവൈസ് IP-യും അല്ലാത്ത IP-യും തമ്മിലുള്ള വ്യത്യാസം പറയാമോ? പാരൻറ്റ് ഡിവൈസ് എന്ന് മീൻ ചെയ്യുന്നത് നമ്മുടെ IP ക്യാമറയായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോയ്ക്കകത്താണ് ഇത് ചോദിച്ചിട്ടുള്ളത്. പാരൻറ്റ് ഡിവൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഒരു സൈറ്റിലാണെങ്കിൽ അതിൻ്റെ പാരൻറ്റ് ഡിവൈസ് എന്ന് പറയുന്നത് മോഡമാണ്. മോഡത്തിൻ്റെ IP അഡ്രസ്സാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞതിന് ശേഷം മൊബൈൽ വ്യൂ ആവശ്യപ്പെട്ടാൽ ആ സമയത്ത് നമ്മൾ മോഡത്തിൻ്റെ IP ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന IP ക്യാമറയുടെ IP-യും മോഡത്തിൻ്റെ IP-യും വേറെ സീരീസിലാണെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ചെയ്ത പ്രോഗ്രാമിംഗ് എല്ലാം മാറ്റി ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പം പാരൻ്റ് IP എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ മോഡത്തിൻ്റെ IP ആണ് പാരൻ്റ് IP എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രധാന ഡിവൈസിൻ്റെ IP അഡ്രസ്സ് അതാണ് പാരൻ്റ് IP എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ NVRനെയാണ് നമ്മൾ പാരൻ്റ് ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ. ഡു യു ഹാവ് നമുക്ക് അത്യാവശ്യം ഇവിടെ കേരളത്തിനകത്ത് പല സ്ഥലങ്ങളിലും ഇൻസ്റ്റലേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇൻസ്റ്റലേഷൻ ടീമുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മോഡത്തിൻ്റെ IP അഡ്രസ്സും NVRൻ്റെ IP അഡ്രസ്സും സെയിം ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. മോഡത്തിൻ്റെ IP അഡ്രസ്സും NVRൻ്റെ IP അഡ്രസ്സും സെയിം അല്ല. മോഡത്തിൻ്റെ IP അഡ്രസ്സും NVRൻ്റെ IP അഡ്രസ്സും സെയിം സീരീസിലാണ് വരുന്നത്. മോഡത്തിൻ്റെ IP അഡ്രസ്സും NVRൻ്റെ IP അഡ്രസ്സും സെയിം സീരീസിലാണ് വരുന്നത്, അല്ലാണ്ട് സെയിം ആയിട്ടല്ല വരുന്നത്. അത് ശ്രദ്ധിച്ചോളുക. വയേർഡ് CCTV ക്യാമറയിൽ എങ്ങനെയാണ് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യേണ്ടത്? അതായത് നമ്മൾ DVRൽ ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കുക, അതിന് വേണ്ടുന്ന പ്രോഗ്രാമിംഗ് ഞാൻ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്, എങ്കിലും പെട്ടെന്നൊന്ന് ഓടിച്ച് പറയാം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് DVR ഇൻ്റർനെറ്റുള്ള ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം DVRൻ്റെ DHCP എനേബിൾ ചെയ്യുക. DHCP എനേബിൾ ചെയ്യുമ്പോഴത്തേക്കും DVR ഓട്ടോ കോൺഫിഗർ ആകും. എന്നിട്ട് അതിൻ്റെ പ്ലാറ്റ്ഫോം ആക്സസിനകത്ത് സ്റ്റാറ്റസ് ഓൺലൈൻ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മൊബൈൽ വഴി വ്യൂ എടുക്കാവുന്നതാണ് കേട്ടോ.
വേറൊരു സ്ഥലത്തെ ക്യാമറകൾ ടി വിയിൽ എങ്ങനെ സ്ട്രീം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ടി വിയിൽ നമുക്ക് നേരിട്ട് സ്ട്രീമിംഗ് പാടാണ്. ഇപ്പോൾ IPTV വന്നപ്പോഴത്തേക്കും IPTV ആൻഡ്രോയിഡ് TV ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം പെട്ടെന്ന് നമ്മൾ ആൻഡ്രോയിഡ് TV എന്ന് കേൾക്കുമ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻ അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ വഴി അത് റിമോട്ടായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും എന്നൊരു ധാരണ നമ്മുടെ മനസ്സിൽ വരും. പക്ഷേ പല TVകളിലും ഇപ്പം ആൻഡ്രോയിഡ് TVയിൽ പലതിലും നമുക്കിത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ചിലതിനകത്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ചിലതിനകത്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല. പറ്റുന്നതിൽ തന്നെ നമുക്ക് ഡിവൈസ് ആഡ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് സ്ട്രീം ചെയ്ത് വരുന്നില്ല. അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ നിലവിലുണ്ട്. ഭാവിയിൽ അതൊക്കെ അപ്ഡേറ്റായി വരുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അല്ലാണ്ട് നമുക്ക് ഡയറക്റ്റ് TVയിൽ സ്ട്രീം ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. NVRൻ്റെ ബാൻഡ് വിഡ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കുക? ഞാൻ തുടക്കക്കാരോട് എപ്പോഴും ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കുക. അതിന് ഏറ്റവും വലിയ എളുപ്പം വഴി എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ എല്ലാ പ്രോഡക്റ്റിനും ഒരു മോഡൽ നമ്പർ, സീരിയൽ നമ്പറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ആ ഒരു പ്രോഡക്റ്റിൻ്റെ, അത് ക്യാമറ ആയാലും NVR ആയിരുന്നാലും അതിൻ്റെ മോഡൽ നമ്പർ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യുക. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ ലിങ്കിൽ ഒരു PDFൻ്റെ ഒരു ലിങ്ക് കിട്ടും. ആ PDF ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റിൻ്റെ A to Z കാര്യങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ NVR ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എത്രയാണ്, ഇൻകമിംഗ് ബാൻഡ് വിഡ്ത്ത് എത്രയാണ്, ഔട്ട് ഗോയിങ് ബാൻഡ് വിഡ്ത്ത് എത്രയാണ്, അതിനകത്ത് ഹാർഡ് ഡിസ്ക് എത്ര SATA ഹാർഡ് ഡിസ്ക് ഉണ്ടാവും, എത്ര TB വരെ സപ്പോർട്ട് ചെയ്യും, എത്ര റെസൊല്യൂഷനിലെ ക്യാമറ വരെ നമുക്ക് അതിനകത്ത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും, അങ്ങനെയുള്ള A to Z കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ഞാനും തുടക്കത്തിൽ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോഴും പുതിയ മോഡൽസ് വരുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് അപ്ഡേറ്റ് ആവാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മൾ സെൽഫായിട്ടൊരു അപ്ഡേഷനും കൂടെ കൊടുക്കാൻ ശ്രമിക്കുക നമ്മുടെ ജോലിയിൽ. ക്യാമറ മറ്റൊരാൾ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നാണ്. ക്യാമറ മറ്റൊരാൾ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പാസ്വേഡ്, ക്യാമറയ്ക്കൊരു പാസ്വേഡ് കൊടുക്കുക. ക്യാമറയ്ക്ക് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഹിക്യൂഷൻ്റെ ബ്രാൻഡാണെന്നുണ്ടെങ്കിൽ പാസ്വേഡിന് പുറമേ തന്നെ എൻക്രിപ്ഷൻ പാസ്വേഡ് ഉണ്ട്. എൻക്രിപ്ഷൻ പാസ്വേഡും അറിയാമെങ്കിൽ മാത്രമേ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. DVRൻ്റെ പാസ്വേഡ് മറന്നുപോയാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. DVRൻ്റെ പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന DVRലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മെയിൽ ID കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ മെയിൽ ID കൊടുത്ത് തന്നെയാണ് നമ്മൾ DVR സെറ്റപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ DVRൻ്റെ പാസ്വേഡ് റിക്കവർ ചെയ്യാം. ഇനി മെയിൽ ID കൊടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കസ്റ്റമർ കെയറിൻ്റെ സഹായത്തോടു കൂടി മാത്രമായിരിക്കും നമുക്ക് DVRലെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരോടും അതൊരു നല്ലൊരു സംശയമാണ്. എല്ലാവരും നമ്മൾ DVR ആണെങ്കിൽ NVR ആണെങ്കിലും സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരു മെയിൽ ID കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ കീബോർഡ് വഴി ടൈപ്പ് ചെയ്യാൻ പഠിച്ചിട്ട് പലരും അത് സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട്. കഴിവതും അത് മെയിൽ ID കൊടുത്ത് തന്നെ പോവുക. ആ മെയിൽ ID കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്, ഒന്ന് ആ DVRൻ്റെ പാസ്വേഡ് മറന്നു പോയാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, അതൊന്ന് നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രൊസീജിയറാണ് കേട്ടോ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ കഴിവതും മെയിൽ ID കൊടുത്ത് തന്നെ DVR സെറ്റപ്പ് ചെയ്യാം. 5MB ക്യാമറ 13 ഉപയോഗിക്കുമ്പോൾ POE സ്വിച്ച് ഏതാണ് എടുക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ 5MBയുടെ ക്യാമറയുടെ ബാൻഡ് വിഡ്ത്ത് 10 വരുന്നത്. അപ്പോൾ 10 ക്യാമറ വരുമ്പോൾ തന്നെ 100 ബാൻഡ് വിഡ്ത്ത് ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് 10/100ൻ്റെ സ്വിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അടുത്തുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് GB ആണ്. 10/100/1000ൻ്റെ സ്വിച്ചാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 5MB ക്യാമറയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും സ്വിച്ച് ആണെങ്കിലും NVR ആണെങ്കിലും നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറയുടെ ബാൻഡ് വിഡ്ത്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മേടിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അടുത്ത് വരുന്നത്, ഒത്തിരി പേര് കമൻസൊക്കെ ഇടാറുണ്ട് നല്ല വീഡിയോസ് ആണെന്ന് പറഞ്ഞിട്ട്. താങ്ക് യു. ഒരു NVRൻ്റെ ബാൻഡ് വിഡ്ത്ത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അതിൻ്റെ ഒരു മോഡൽ നമ്പറിനെ കുറിച്ച് പഠിക്കുക. 1-2 മോഡൽ നമ്പർ നിങ്ങളിങ്ങനെ പഠിക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അത് റിപ്പീറ്റേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എത്രയാണെന്നുള്ളത്. ഓക്കെ, ഇപ്പോഴും ഞാനാണെങ്കിലും പുതിയൊരു പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മോഡൽ നമ്പർ ചെക്ക് ചെയ്താണ് ഡീറ്റെയിൽസ് എടുക്കുന്നത്. വാട്സാപ്പ് നമ്പർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനകത്ത് വാട്സാപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹിക്യൂഷൻ്റെ DVR മൊബൈൽ വഴി അൺബൈൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ പുതിയ DVR നമുക്ക് മൊബൈൽ വഴി അൺബൈൻഡ് ചെയ്യാം. പിന്നെ ഞാനൊരു അപ്ഡേറ്റ്സ് കൂടെ തരാം. പലരും വിളിച്ചിട്ട് DVR അൺബൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. കമ്പനി ഇടയ്ക്കൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. 2019 മുന്നേ ഉള്ള DVR നമുക്ക് SADP ടൂൾ വഴി അൺബൈൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. ചില മോഡൽ നമ്മൾ ജസ്റ്റ് ഫേംവെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അൺബൈൻഡ് ചെയ്യുമ്പോഴും പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അൺബൈൻഡ് ചെയ്യുമ്പോൾ SADP ടൂൾ ഉപയോഗിച്ചിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ DVRൻ്റെ ഫേംവെയർ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മൊബൈൽ വഴി അൺബൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ മോഡൽ NVR DVR ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അൺബൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
പിന്നെ മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന DVRൽ 2-3 IP ക്യാമറ ആഡ് ചെയ്യുമ്പോൾ ഇൻകറക്റ്റ് പാസ്വേഡ് എന്ന് കാണിക്കുന്നുണ്ട്. കാരണം ഇൻകറക്റ്റ് പാസ്വേഡ് എന്ന് കാണിക്കുമ്പോൾ അതായത് നമ്മൾ ഒരു IP ക്യാമറ അതിനകത്തോട്ട് ആഡ് ചെയ്യുമ്പോൾ ഓരോ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ഓരോ ക്യാമറയ്ക്കും ഒരു പാസ്വേഡും യൂസർ നെയിമും ഉണ്ട്. അപ്പം ആ ക്യാമറയുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്താൽ മാത്രമേ നമുക്ക് ഡിവൈസ് ആഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ DVRൽ ഇത് ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന DVRൻ്റെ പാസ്വേഡ് ആയിരിക്കും അവിടെ എൻ്റർ ചെയ്യുന്നത്. അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ആഡ് ചെയ്യാൻ കഴിയില്ല. അവിടെ ആ ക്യാമറയുടെ പാസ്വേഡ് എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് DVRനകത്താണെങ്കിലും NVRലാണെങ്കിലും IP ക്യാമറ ആഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. വാട്സാപ്പ് നമ്പർ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വീഡിയോസിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് വാട്സാപ്പ് നമ്പർ ഉണ്ടാകും. ക്യാമറയുടെ പാസ്വേഡ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, IP ക്യാമറയുടെ പാസ്വേഡ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. 2-3 മെത്തേഡ് ഉണ്ട്. ഇപ്പം ഹിക്വിഷൻ്റെ ക്യാമറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് SIDP ടൂൾ വഴി തന്നെയാണ് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ കഴിയുക. ഇപ്പോൾ ദഹുവ CP+ എന്ന് പറയുന്ന ബ്രാൻഡാണെന്നുണ്ടെങ്കിൽ ചില ക്യാമറയ്ക്കകത്ത് റീസെറ്റിംഗ് ബട്ടൺ ഉണ്ടാവും. റീസെറ്റിംഗ് ബട്ടൺ ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് റീസെറ്റ് ചെയ്യാൻ പറ്റും. അല്ലാത്ത ക്യാമറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മോഡൽ നമ്പർ കസ്റ്റമർ കെയറിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിൻ്റെ 1-2 ഡെമോ പാസ്വേഡ് തരും. അതിലേതെങ്കിലും എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും റീസെറ്റ് ആയിക്കോളും. ഓക്കെ. പിന്നെ കളർ ക്യാമറയ്ക്കാണോ നോർമൽ IRനാണോ പവർ കൺസപ്ഷൻ കൂടുതലെന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കളർ ക്യാമറയ്ക്ക് നോർമൽ ക്യാമറയെ അപേക്ഷിച്ചിട്ട് പവർ കൺസപ്ഷൻ കൂടുതലാണ് കേട്ടോ. പിന്നെ നമ്മുടെ CCTVയുടെ കേബിളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, Cat 6ൻ്റെ കേബിൾ കഴിവതും ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും പരമാവധി ഒരു കേബിളിൽ ഒരു ക്യാമറ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിന് ഒത്തിരി കമൻറ്റ്സ് വന്നിട്ടുണ്ട്. Cat 6ൻ്റെ കേബിൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കമൻറ്റ്സ് വരുന്നുണ്ട്. എപ്പോഴും വീഡിയോ ട്രാവൽ ചെയ്യാൻ ബെറ്റർ എന്ന് പറയുന്നത് കോയാക്സിയൽ കേബിളാണ്. ഞാൻ തുടക്കക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് വീഡിയോസ് ചെയ്യുന്നതെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കത്തിലൊരു കാര്യം പഠിക്കുമ്പോൾ അത് പ്രോപ്പർ വേയിൽ തന്നെ പഠിക്കുക. നമ്മൾ പോസിറ്റീവ് റെഡ് എന്ന് പഠിക്കുമ്പോൾ നെഗറ്റീവ് ബ്ലാക്ക് എന്ന് പഠിക്കുമ്പോൾ അത് നമ്മൾ ത്രൂ ഔട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ വീഡിയോ എപ്പോഴും ട്രാവൽ ചെയ്യാൻ ബെറ്റർ എന്ന് പറയുന്നത് കോയാക്സിയൽ കേബിളാണ്. ഇനിയിപ്പോൾ നമ്മൾ 1² mm കേബിളിൽ ക്യാമറ കണക്ട് ചെയ്തിരുന്നാലും വ്യൂ വരുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. Cat 6 ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ചെയ്ത് ഒത്തിരി കംപ്ലയിൻസുമായിട്ട് വന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. അത് പ്രത്യേകിച്ച് ഒന്നിൽ കൂടുതൽ ക്യാമറ കണക്ട് ചെയ്യുമ്പോഴാണ് കംപ്ലയിൻസ് വരുന്നത്. അപ്പോൾ ഈ കംപ്ലയിൻസ് വരുന്നു എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് ഞങ്ങൾക്ക് കംപ്ലയിൻസ് വരുന്നില്ല എന്ന് പറയുന്നത് ഡിപ്പെൻസ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറയുടെ റെസൊല്യൂഷൻ, നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പവർ സപ്ലൈ, നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് ഓഫ് കേബിൾ, ക്യാമറയിൽ നിന്ന് DVR വരെയുള്ള ദൂരം, അപ്പോൾ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്കിതിനകത്ത് ഡിസ്കഷൻ മാത്രമേ ഉള്ളൂ, ആർഗ്യുമെൻ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ Cat 6ൻ്റെ കേബിൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റ് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. കംപ്ലയിൻറ്റ് റേഷ്യോ കൂടുതലാണ്. അതുപോലെ വീഡിയോ എപ്പോഴും ട്രാവൽ ചെയ്യാൻ ബെറ്റർ എന്ന് പറയുന്നത് കോയാക്സിയൽ കേബിളാണ്. അതിന് ഉദാഹരണമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സെറ്റ് ടോപ്പ് ബോക്സും ഡിഷുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എന്ത് കേബിളാണ്? കോയാക്സിയൽ കേബിളാണ്. മുന്നേ ഫൈബർ വരുന്നതിന് മുമ്പ് കേബിൾ TV ഓപ്പറേറ്റർ ഉപയോഗിച്ചിരുന്ന എന്ത് കേബിളാണ്? കോയാക്സിയൽ കേബിളാണ്. അപ്പോൾ ഇതിനകത്തെല്ലാം വീഡിയോ ട്രാവൽ ചെയ്യുന്നതിന് കോയാക്സിയൽ കേബിൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ. ഒരു ക്യാമറ പ്രോപ്പറായി വർക്ക് ചെയ്യാൻ മിനിമം എത്ര നെറ്റ് സ്പീഡ് വേണമെന്നാണ് പറയുന്നത്? ബാൻഡ് വിഡ്ത്തിനനുസരിച്ചിട്ടാണ്. ക്യാമറയുടെ ബാൻഡ് വിഡ്ത്തിനനുസരിച്ചിട്ട് നമുക്ക് നെറ്റ് യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ 2 MP ക്യാമറ ആണെന്നുണ്ടെങ്കിൽ 4 Mbps ആണ് വരുന്നത്. പിന്നെ CCTVയിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡൊമസ്റ്റിക് പർപ്പസിന് നമ്മുടെ ഗാർഹിക ആവശ്യത്തിനും മറ്റ് എല്ലാ മേഖലയിലും നമ്മൾ നെറ്റ് കണക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ചോദിച്ച് മേടിക്കുന്നത് ഡൗൺലോഡിങ് സ്പീഡാണ്. ഡൗൺലോഡിങ് സ്പീഡ് അല്ല ശരിക്കും CCTVക്ക് വേണ്ടത്. CCTVക്ക് DVRൽ കൊടുക്കുന്നിടത്ത് അപ്ലോഡിങ് സ്പീഡാണ് വേണ്ടത് കേട്ടോ. ഇപ്പോൾ 100 Mbps ഉള്ളൊരു പ്ലാനാണ് നമ്മളതിൽ ഇരിക്കുന്നതെങ്കിൽ അതിന് 100 Mbps എന്ന് പറയുന്നത് ഡൗൺലോഡിങ് സ്പീഡായിരിക്കും. അതിൽ 1/2 ആണ്, 50 Mbps ആണ് നോർമലി കിട്ടുന്ന അപ്ലോഡിങ് സ്പീഡ്. ഓക്കെ. അപ്പോൾ എന്തായിരുന്നാലും കൂടുതൽ കമൻസിന് മറുപടിയായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ CCTVയുടെ ട്രെയിനിങ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.